നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഫൈനലി നമ്മൾ രണ്ടാം കൂടി സ്വർഗത്തിലെത്തിയിട്ട് നമ്മളെ വീട്ടിൽ പോവാം. ഇങ്ങോട്ട് വല്ല പാമ്പോ പല്ലിയോ ഒക്കെ ഉണ്ടോ നോക്കുന്നു. നമ്മളെല്ലാത്തൊരു സഞ്ചിയാണല്ലോ ഓടിക്കുന്നത് കസരനെ. ഇതിപ്പോ സ്ഥിരമായല്ലോ, നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് സാധനം വെക്കുന്നത്. എന്താണത്? വീണ്ടും ഡ്രസ്സ്. പിന്നെ ഇത് ഇവിടെ തന്നെ ഉള്ള ആരോ ആണ്. എന്താണത്? എന്താണ് സാധനം? പപ്പായ. ഇതാരാണ് നമ്മളില്ലാത്ത സമയം നോക്കി ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് പോണത്? എന്തൊരു കഷ്ടമാണ്. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ്. പച്ചക്കറി നമുക്കൊണ്ട് കൊണ്ടുവച്ചാന്ന് തോന്നുന്നു, പക്ഷെ ആരായിരിക്കും എന്നാലും. അപ്പൊ ഗൈസ്, ഇത് ആരായാലും നമുക്ക് വേണ്ടി കൊണ്ടുവന്നാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നവര്. കാരണം നമ്മളില്ലാത്ത സമയത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് പോകുന്നത് മോശമാണ്. നമ്മളെ പറഞ്ഞറിയാത്ത സമയത്ത് കൊണ്ടുവച്ചിട്ട് പോകുന്നത് കള്ളത്തിലുമാണ്. കുറച്ച് പച്ചക്കറിയും ഉണ്ട്, സാധനങ്ങളുണ്ട്. ആരാണ് ഗൈസ്? എന്നാൽ ഈ പരുത്തിക്കുഴി ഇവിടെ ഇവിടെ ഉള്ളവരെന്ന് ഞാൻ മനസ്സിലായി. ആരായാലും നമ്മളത് ഒന്ന് പറയാ, ഒന്ന് നല്ല അറിയിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പോയാൽ ശരിയാവും, നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആളില്ലാത്ത സമയം നോക്കിക്കൊണ്ട് വെച്ചിട്ട് പോകണമെന്ന് വേണ്ട. നിങ്ങൾക്ക് ഇനി ഞങ്ങൾ കാണിച്ചു തരാൻ മടിയായിട്ടാണെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചെങ്കിലും പറയാൻ ശ്രമിക്കാം. ആരായാലും ഇവിടെ ഒരു CCTV ക്യാമറ വാങ്ങിച്ചേക്കണം. സത്യമായിട്ടും ആണ്. നമ്മളെന്തായാലും ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കൂല. അത് നമ്മള് ഇവിടെ ഒരു ചേച്ചി, വേറൊരു ചേച്ചി കൊടുക്കും. അല്ലേ ശ്രുതി? പപ്പായ വേണേ ശ്രുതി കഴിച്ചോളാന്നൊക്കെ. പിന്നെ ഒരു ചെറിയ കവറിൽ കുറച്ച് പച്ചക്കറി കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 10-50 വാങ്ങാം പച്ചക്കറി. നമ്മുടെ ചന്തയിൽ വീട്ടിലുണ്ടായത് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. എന്തായാലും 3 തക്കാളി 1 ബീറ്റ്റൂട്ട്. അപ്പൊ കഴിച്ച് നമ്മൾ നാളെ വീണ്ടും കളിക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ളവർ നമ്മൾ മസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിപ്പോ എന്തായാലും ഡ്രസ്സ് ഫുള്ളും നമ്മളെ ബോട്ടം പിന്നെ ചേച്ചി കൊടുക്കും. അല്ലേ ശ്രുതി? നോക്കാം എന്തായാലും. നമ്മൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. നല്ല വെളിച്ചമുണ്ട് നമ്മുടെ ബൾബിന്. അതാണ് ഇത്രയും വെട്ടം കൂടെ കാണുന്നത്. പറമ്പ് ഇത്രയും വെട്ടം കാണാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾ പറഞ്ഞു നമ്മൾ തുണി കത്തിച്ചപ്പോ അങ്ങനെ ചെയ്യണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടായാലും നിങ്ങൾ അറിയാം. അവർക്ക് അത് പബ്ലിസിറ്റി ഇഷ്ടപ്പെടാത്തവര് കൊണ്ടുവച്ചതായിരിക്കാം. നശിപ്പിക്കില്ല, നമ്മൾ വേറെ ആൾക്ക് ഡൊണേഷൻ ചെയ്യും. എന്തായാലും മോശമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം കത്തിച്ച പോലെ കത്തിച്ച് കളയൂല. പക്ഷെ എന്തായാലും ഇങ്ങനെ ചെയ്യരുത് കേസ്. നിങ്ങൾ എന്തായാലും എന്തിനും അയച്ചാൽ ചീത്ത 2 കണ്ട് സ്വീകരിക്കും. നമ്മൾ 2 കണ്ട് സ്വീകരിക്കും. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുതരിക നേരിട്ട് തന്നെ, അല്ലേ? അപ്പൊ കൈസ് എല്ലാവരും നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാളെയും. എന്തായാലും എടുത്തു നോക്കട്ടെ എല്ലാം ഫുൾ.